ഇന്നത്തെ പരിശോധിക്കും. നമ്മൾ ഓൺലൈനിലൂടെയും ഓഫ്ലൈനിലൂടെയും സാധനം വാങ്ങുന്ന ആളുകളാണ്. അതായത് ഓൺലൈനിൽ നമുക്ക് ആമസോണോ ഫ്ലിപ്കാർട്ടിലോ ഒക്കെ നമ്മൾ സാധനം വാങ്ങാറുണ്ട്. ഓഫ്ലൈനിലാണ് നമ്മൾ തൊട്ടടുത്തുള്ള കടകളിൽ പോയി നമ്മൾ സാധനം വാങ്ങാറുണ്ട്. എന്നാൽ ഓൺലൈനിൽ നമ്മൾ സാധനം വാങ്ങുമ്പോൾ പല വെബ്സൈറ്റിലും നമുക്ക് റേറ്റ് കുറവായിരിക്കും ചില സാധനങ്ങൾക്കൊക്കെ. മാത്രമല്ല കടകളിൽ നിന്ന് വാങ്ങുമ്പോൾ ചിലപ്പോൾ റേറ്റ് കൂടും. സാധാരണ നമ്മൾ ഇതുപോലെ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് സാധനത്തിൻ്റെ ഒരു പ്രോഡക്റ്റിൻ്റെ റേറ്റ് ആദ്യം ചെക്ക് ചെയ്തതിന് ശേഷം മാത്രമേ നമ്മൾ കടകളിൽ നിന്ന് സാധനം വാങ്ങാറുള്ളൂ. എന്നാൽ നമ്മൾ ഇന്നത്തെ വീഡിയോ പരിശോധിക്കും. നമ്മൾ കയ്യിലൊരു പ്രോഡക്റ്റ് ഉണ്ട്, അല്ലെങ്കിൽ കടയിലൊരു സാധനമുണ്ട്. ആ സാധനത്തിന് ഓൺലൈനിൽ എത്രയാണ് വിലയെന്ന് പലപ്പോഴും നമുക്കതിൻ്റെ കൃത്യമായ പേര് ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. എന്നാൽ വളരെ ഈസിയായിട്ട് നമുക്ക് ഓൺലൈനിലെയും ഓഫ്ലൈനിലെയും സാധനങ്ങളുടെ റേറ്റ് കമ്പാരിസൺ നമുക്ക് ചെക്ക് ചെയ്യാൻ സാധിക്കും. വളരെ സിമ്പിളായിട്ട് സാധിക്കും. അതെങ്ങനെ നോക്കാം. വീഡിയോ അവസാനം വരെ കണ്ടു നോക്കുക, തീർച്ചയായിട്ടും ഉപകാരപ്പെടും. നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. സംശയങ്ങളൊക്കെ ഇൻസ്റ്റാഗ്രാമിൽ ചോദിക്കുക. ഇൻസ്റ്റാഗ്രാമിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഞാൻ അതിന് വേണ്ടി ഇവിടെ ആമസോൺ ആപ്പ് എടുക്കുകയാണ്. നിങ്ങൾക്ക് ഫ്ലിപ്കാർട്ടോ അല്ലെങ്കിൽ ആമസോണൊക്കെ എടുക്കാം. ഞാൻ ജസ്റ്റ് കാണിച്ചിരുന്നതിന് വേണ്ടി ആമസോൺ സെർച്ച് ചെയ്ത് ആമസോൺ ആപ്പ് ഇതുപോലെ നമ്മൾ ഓപ്പൺ ചെയ്യാം. ഓൺലൈനിലൊരു സാധനത്തിൻ്റെ പ്രൈസ് ആമസോണിൽ സെർച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ഒരു പ്രോഡക്റ്റ് നമ്മൾ ആദ്യം കയ്യിലെടുത്ത് ഇവിടെ ഏറ്റവും മുകളിൽ കാണുന്ന ഈ സ്കാൻ എന്ന് കാണുന്ന ഈ ക്യാമറയുടെ ചിഹ്നത്തിലൊന്ന് ക്ലിക്ക് ചെയ്യുക. പ്രോഡക്റ്റ് കയ്യിലെടുക്കുക. അപ്പോൾ ഞാനിവിടെ ഒരു പ്രോഡക്റ്റ് എടുത്തിട്ടുണ്ട്. ഈ പ്രോഡക്റ്റ് നമുക്ക് ആമസോണിൽ എത്രയാണ് പ്രൈസ് എന്നറിയുന്നതിന് വേണ്ടി നമ്മൾ കടയിൽ നിന്ന് സാധനം ഇതുപോലെ എടുത്തതിന് ശേഷം ഇവിടെ നിന്ന് കാണാൻ സാധിക്കും ഒരു ബാർ കോഡ്. ഈ ബാർ കോഡ് നമ്മൾ നമ്മുടെ ഈ ആമസോൺ സൈറ്റിലൊന്ന് സ്കാൻ ചെയ്ത് നോക്കുക. അപ്പോൾ അതിൻ്റെ കൃത്യമായ റേറ്റ് എത്രയാണെന്ന് നമുക്ക് കാണാൻ സാധിക്കും. അപ്പം ഇതുപോലെ നമ്മൾ കടയിൽ നിന്ന് സാധനം എടുത്ത് ഈ ക്യാമറയുടെ ചിഹ്നത്തിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്യാൻ ശേഷം ഇതുപോലെ ഓപ്പണായി വരും. നിങ്ങൾ ആദ്യമായിട്ട് ഓപ്പൺ ചെയ്യുമ്പോൾ 1-2 പെർമിഷൻസ് കൊടുക്കാനുണ്ടാവും. പെർമിഷൻസ് കൊടുത്തതിന് ശേഷം ബാർ കോഡിന് കൃത്യമായിട്ടൊന്ന് വെച്ച് കൊടുക്കുക. ബാർ കോഡിന് കൃത്യമായി വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ ജസ്റ്റ് വെച്ച് കൊടുത്ത് അങ്ങ് പുറത്തേക്ക് പോയാൽ മതി. ഇത് കാണാൻ സാധിക്കും 35 രൂപ, 32 രൂപ. താഴോട്ട് വന്നാൽ അതിൻ്റെ തന്നെ മറ്റു കമ്പനികളുടെ ഡീറ്റെയിൽസുകൾ 40 രൂപ മുതൽ 1000 രൂപ അതിന് മുകളിൽ വരെ വില വരുന്ന പ്രോഡക്റ്റ് നമുക്ക് ലഭ്യമാകും. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു സാധനം ഇപ്പോൾ നിലവിൽ ഓഫ്ലൈനിൽ എത്ര അല്ലെങ്കിൽ കടകളിൽ എത്രയാണ് വിലയെന്നും ഓൺലൈനിൽ എത്രയാണെന്നും ചെക്ക് ചെയ്ത് നോക്കുക. ഓൺലൈനിൽ ഇതുപോലെ നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ സെലക്ട് ചെയ്യുക. അതിനുശേഷം താഴെ ഭാഗത്തേക്ക് നോക്കുക. ഡെലിവറി ചാർജ് ഫ്രീ ആണോ എന്ന് ചെക്ക് ചെയ്യുക. ഇവിടെ 55 രൂപ ഡെലിവറി വരുന്നുണ്ട്. അപ്പോൾ ഈ ഡെലിവറി 55ഉം 35ഉം കൂടെ കൂടിയിട്ട് നമ്മൾ കടയിൽ നിന്ന് സാധനം വാങ്ങുമ്പോൾ എത്രയാണോ ആ സാധനത്തിൻ്റെ പ്രൈസ്, അത് ഓൺലൈനിൽ വാങ്ങുന്നതാണോ ഓഫ്ലൈനിൽ വാങ്ങുന്നതാണോ ഏറ്റവും ലാഭം നോക്കി നിങ്ങൾക്ക് ഇത്തരത്തിൽ സാധനങ്ങൾ പർച്ചേസ് ചെയ്യാൻ സാധിക്കും. വളരെ യൂസ്ഫുള്ളാണ്. നിങ്ങളുടെ കയ്യിൽ ഏത് പ്രോഡക്റ്റും അല്ലെങ്കിൽ നിങ്ങൾ കടയിൽ നിന്നൊരു പ്രോഡക്റ്റ് വാങ്ങാൻ ഉദ്ദേശിക്കുമ്പോൾ നിങ്ങളുടെ മൊബൈൽ ഫോണിൽ നിന്ന് ഇതുപോലെ സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി. 2-3 ദിവസം വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ സാധനം ഓൺലൈനിൽ നിങ്ങളുടെ വീട്ടിലേക്ക് എത്തുകയും ചെയ്യും. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് മറക്കാതെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുപോലുള്ള വ്യത്യസ്തമായ അറിവുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.